മലനിരകൾക്ക് മധ്യേ കാറ്റിൻ്റെ ശബ്ദത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ കഴിയുന്ന ഒരു സേഫ് ആയിട്ടുള്ളൊരു ക്യാമ്പ് സൈറ്റിലാണ് നമ്മളുള്ളത്. അവിടെ ടെൻ്റെല്ലാം സെറ്റ് ചെയ്ത് ബാർബിക്കൊക്കെ തയ്യാറാക്കി ചെറിയ രീതിയിൽ ഹൈക്കിംഗ് ഒക്കെ ചെയ്ത് സുന്ദരമായ ഒരു രാത്രി നക്ഷത്രങ്ങൾക്കൊപ്പം ചെലവഴിക്കാവുന്ന ഒരു ഡ്രീമി ഫാമിലി സ്പോട്ടിലാണ് നമ്മളുള്ളത്. അതാണ് വാദി ഷൗക്ക. എല്ലാവർക്കും സാൻഡ് ഫാമിലി സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വാദി ഷൗക്ക ക്യാമ്പിംഗ് സ്പോട്ടിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് അവിടെ നൈറ്റ് ക്യാമ്പ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെ ഡാമുണ്ട്, പാർക്കുണ്ട്, അതേപോലെ അവിടെ ക്യാമ്പ് ചെയ്യാനുള്ള വേറൊരു ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോയിട്ടുള്ളത്. ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് ഗ്രീനറി ആണ് കേട്ടോ. ഒരുപാട് ഗ്രീനറി ഉള്ള ഒരു ഏരിയ ആണിത്. നമ്മൾ വാദി ഷൗക്കയിലേക്ക് ക്യാമ്പ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഒരുപാട് ക്യാമ്പിംഗ് സൈറ്റുകളുണ്ട്. അതിലൊന്ന് നമ്മുടെ വാദി ഷൗക്ക ഡാമിൻ്റെ അടുത്താണ് കേട്ടോ. പബ്ലിക് ഹോളിഡേയിലും വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ വാദി ഷൗക്ക ഡാമിൻ്റെ അടുത്ത് നല്ല രീതിയിൽ തിരക്കുണ്ടാവും. അതുകൊണ്ട് നമ്മളിപ്പോൾ പോകുന്നത് ചെറിയൊരു ഓഫ് റോഡൊക്കെ ചെയ്ത് ഉള്ളേരിയയിലേക്ക് നീങ്ങിയിട്ടാണ് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴി ചെറിയ രീതിയിലുള്ളൊരു ഓഫ് റോഡൊക്കെ ഉണ്ട്. പക്ഷെ ഏത് ടൈപ്പുള്ള വണ്ടിക്കും പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഴിയാണ് കേട്ടോ. കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഇങ്ങനെ കുറച്ച് പൊടിയായിട്ടൊക്കെ ഉള്ള ഒരു ഏരിയ ഉള്ളത്. അന്നേരം നമുക്ക് വണ്ടികളെ സുഖമായിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. ദുബായിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് വാദി ഷൗക്ക ക്യാമ്പിംഗ് സ്പോട്ടിന്റെ അവിടെ എത്തിച്ചേരാൻ പറ്റും. ചുറ്റിലും മലകൾ നിറഞ്ഞ ശാന്തമായ ഫാമിലി ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പിംഗ് ഏരിയയാണ് വാദി ഷൗക്ക. ഇവിടെ ടെന്റ് ചെയ്യാനും ബാർബിക്യൂ ചെയ്യാനും അനുയോജ്യമായ ഒരു സ്ഥലമാണ്. അതേപോലെ സൺറൈസും സൺസെറ്റും ഒരുപോലെ കാണാൻ പറ്റുന്ന ചുരുക്കം ചില ലൊക്കേഷനുകളിൽ ഒന്നാണ് വാദി ഷൗക്ക. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ലൊക്കേഷനുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ ക്യാമ്പ് ചെയ്തത്. കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു ഈ ഒരു പ്രദേശം. നല്ല സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ചിക്കനും ഫിഷും കൊഞ്ചും സോസേജും ഒക്കെ ആണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ബാർബിക്യൂ ചെയ്തത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ട് തന്നെയായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്തത്. നക്ഷത്രങ്ങൾക്കൊപ്പം ഈ ഒരു നിലാവെളിച്ചത്തിൽ നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാവുന്ന നല്ലൊരു ലൊക്കേഷനാണ് ഈ വാദി ഷൗക്ക ക്യാമ്പിംഗ് സ്പോട്ട്. ഇന്നലെ രാത്രി വന്ന് നമ്മളുടെ ടെൻറ്റ് ചെയ്തതാണ്. ഇന്നിപ്പോൾ രാവിലെ സൺറൈസൊക്കെ ഇങ്ങനെ ആയിട്ടോ. ഈ കാണുന്ന മലയുടെ മേലെയാണ് കേട്ടോ സൺ ഇങ്ങനെ റൈസ് ആയി വരുന്നത്. കുറച്ച് നേരത്തെ നല്ല അടിപൊളി കളറായിരുന്നു. നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലത്തിൻ്റെ ഒരു ആംബിയൻസ് കേട്ടോ. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. നല്ല രീതിയിൽ നമുക്ക് ക്യാമ്പ് ചെയ്യാം. അതുപോലെ സൺറൈസ് സൺസെറ്റ് ഇതൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. ചുറ്റിലും മലകളായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു വൈബാണ് ഇവിടെ മൊത്തത്തിൽ. ഇങ്ങനെ ചെറിയ ചെറിയ മലകളാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ നടുക്കുള്ളൊരു ക്യാമ്പിംഗ് സ്പോട്ടിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ക്യാമ്പ് ചെയ്ത ഒരു ലൊക്കേഷൻ കേട്ടോ. നല്ല സൂപ്പർ ലൊക്കേഷനാണ്. അതായത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് വാദി ഷൗക്ക. അപ്പോൾ അതിൻ്റെ ഒരു വൈബാണ് ഇവിടെ കേട്ടോ. രാവിലെ സണ്ണൊക്കെ റൈസായി. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കേട്ടോ.
അപ്പൊ നമ്മൾ നമ്മുടെ ക്യാമ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ ഇനി തിരിച്ചു പോകാൻ പോകണം കേട്ടോ. മലനിരകൾക്ക് നടുവിലുള്ള ഒരു ക്യാമ്പിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. നമുക്ക് ആ ഒരു ഫീൽ നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് ആസ്വദിക്കണം. അത്ര നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളങ്ങനെ ഇപ്പൊ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണം കേട്ടോ. ഫുള്ള് ഇതേപോലെയുള്ള ഓഫ് റോഡാണ്. നമുക്ക് സെഡാൻ കാറൊക്കെ വരാം. സെഡാൻ കാറൊക്കെ കൊണ്ട് ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫാമിലി ബാച്ചിലർ എങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നല്ല സെറ്റപ്പാണ് ഇവിടെ മൊത്തത്തില്. ഇവിടെ മൗണ്ടൻ ബൈക്കേഴ്സിന്റെ ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു ടീമുകൾ ഇങ്ങനെ റൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരെ ഇനിയിപ്പോ ഷൗക്ക ഡാം ആ പാർക്കിന്റെ ഏരിയയിലേക്ക് നമുക്ക് പോകണം കേട്ടോ. നമ്മളിപ്പോ നിൽക്കുന്നത് വാദി ഷൗക്ക ഡാം പാർക്കിന്റെ ഏരിയയിലാണ് കേട്ടോ. വലിയൊരു പാർക്കിംഗ് ആണ്. അതേപോലെ ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ക്യാമ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ടോയ്ലറ്റ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും നല്ല പോലെ വെള്ളമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ വാദി ഷൗക്ക ഡാമിന്റെ ഏരിയ. വാദി ഷൗക്കയുടെ ഇവിടുത്തെ ഹൈക്കിംഗ് ട്രെയിലിന്റെ ഡീറ്റെയിൽ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ട്രെയിലുകളുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതും ഒരു ക്യാമ്പിംഗ് ഏരിയ ആണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ കുടിലുകൾ പോലുള്ള സംഭവങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പാർക്കിന്റെ അവിടെ നിന്ന് ഇപ്പൊ നമ്മൾ നേരെ ഡാമിന്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ടല്ലോ. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് ടോയ്ലറ്റ് അങ്ങനെ പ്രശ്നം വരുന്നില്ല. ആവശ്യം പോലെ ടോയ്ലറ്റ് ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു പാർക്ക് ഉണ്ട്. ചെറിയ സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലെ ഒരു ഏരിയയും കൂടി ഉണ്ട് ഇവിടെ. ഇവിടെ ലൈറ്റും ടേബിളൊക്കെ വെച്ചിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ്. വാദി ഷൗക്ക ക്യാമ്പിംഗ് ഏരിയയിൽ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് വാദി ഷൗക്ക ഡാമിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് വാദി ഷൗക്ക ഡാം. ഞങ്ങൾ വന്ന സമയത്ത് കാര്യമായിട്ടുള്ള വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയ്ക്ക് ഭംഗിയിൽ ആ ഒരു ഡാമിന്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായില്ല. അതുപോലെ അതിന്റെ അപ്പുറത്ത് തന്നെയായിട്ട് നമുക്ക് ഫേമസ് ആയ വാദി ഷൗക്ക ഹൈക്കിംഗ് ട്രെയിലിന്റെ ഒരു വ്യൂ ആണ് കേട്ടോ. ഫുള്ള് ഇവിടെ സ്റ്റെപ്പുകളാണ്. അതുകൊണ്ട് നമുക്ക് ഏത് ആൾക്കാർക്കും നല്ല സുഖമായിട്ട് തന്നെ ഈ ഒരു വാദി ഷൗക്കയിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഹൈക്ക് ചെയ്യാം. ഷൗക്കയിൽ ഒന്ന് ക്യാമ്പ് ചെയ്തു. അതേപോലെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷൗക്ക ഡാമിന്റെ അടുത്ത് വന്നു. ആ പാർക്കിന്റെ അവിടെ ഒന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ഫാമിലിക്കായിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാൻ ഫാമിലി സ്റ്റോറീസ്. അതേപോലെ അതിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പൊ ഇനിയും പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ.